അപ്പോൾ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നടക്കുന്നൊരു ബഡ്ജറ്റാണ് ഈ 2000 രൂപയ്ക്ക് വരുന്ന IEMസിൻ്റെ ഒരു ബഡ്ജറ്റ് ഉണ്ടല്ലോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു IEMs നമുക്ക് ആ ഒരു ബഡ്ജറ്റിൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നല്ല കോമ്പറ്റീഷൻ നടക്കുന്നൊരു ബഡ്ജറ്റാണ്. അപ്പോൾ ഈ ബഡ്ജറ്റിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. അത് ഓരോ യൂസേജ് അനുസരിച്ച് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന മോഡൽസ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഒരു കോമൺ റാങ്കിങ്, അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നൊക്കെ കൊടുക്കുന്നതിന് പകരം ഓരോ യൂസ് കേസ് ഉണ്ടല്ലോ, അപ്പോൾ ഈ യൂസ് കേസ് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കും ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിലൊരു മൾട്ടിമീഡിയ, അതായത് ഇപ്പോൾ സിനിമ കാണുക, പാട്ട് കേൾക്കുക, അതുപോലത്തെ മൾട്ടിമീഡിയ പർപ്പസിന് വേണ്ടിയിട്ടുള്ള IEMs പറയാം. അപ്പോൾ അതിൽ ആദ്യത്തത് വരുന്നത് 7Hz സാൽനോട്ട് 0 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു IEM ആണ്. സാൽനോട്ട് 02 കേട്ടോ, 0 ഉണ്ട്, 02 ഉണ്ട്. അപ്പോൾ 02ൻ്റെ ഒരു സൗണ്ടിങ് എന്ന് പറയുന്ന ഒരു മൈൽഡ് യു ഷേപ്ഡ് ആയിട്ടുള്ളൊരു ട്യൂണിങ് ആണ്. ബാലൻസ്ഡ് ആണെന്ന് പറയാം, പക്ഷേ കുറച്ച് ഇങ്ങനെ എന്താ പറയുക, കുറച്ച് ബേസും കുറച്ച് ട്രബിളും ഒക്കെ വരുന്നൊരു ടൈപ്പാണ്. അതായത് ഒരു യു ഷേപ്ഡ് ആയിട്ട് വരുന്നതാണ്. ഈ ലോസ് അല്ലെങ്കിൽ ബേസ് ഫ്രീക്വൻസീസ് നല്ലപോലെ ബൂസ്റ്റഡ് ആണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അതുപോലെ തന്നെ സാമാന്യം ഫോർവേഡ് ആയിട്ടുള്ള വോക്കലും ഒക്കെ വരുന്നുണ്ട്. മീഡിയം ലെവൽ ഓഫ് ട്രബിൾ ഉണ്ട്. ട്രബിൾ അവിടെ ഉണ്ട്, പക്ഷേ ഈ ബേസ് ഭയങ്കരമായിട്ടുള്ളൊരു IEM ആണ്. അപ്പോൾ അത്യാവശ്യം ബേസ് ഹെഡ്സ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര മറ്റേ അങ്ങനത്തെ ബേസ് അല്ല, അത്യാവശ്യം വേണ്ട എന്തോരം ബേസ്, കേൾക്കാനായിട്ട് എന്തോരം ബേസ് വേണം, ആ ഒരു സംഭവത്തിനുണ്ട്. ഇതിൻ്റെ ട്യൂണിങ് ആ ഒരു എൻ്റർടൈൻമെൻറ്റ്, അതായത് സിനിമ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ആ ഒരു സാധനം ഉണ്ടല്ലോ, എല്ലാത്തിനെയും കുറച്ചുകൂടെ ഒന്ന് ബൂസ്റ്റഡ് ആയിട്ടുള്ള, അപ്പോൾ ആ ഒരു ടൈപ്പിൽ വരുന്നൊരു IEM ആണിത്. പിന്നെ ബിൽറ്റ് ഒരു ആവറേജ് ബിൽറ്റാണ്, പ്ലാസ്റ്റിക് ബോഡി, പക്ഷെ കുഴപ്പമില്ല. ഈ പ്രൈസും ഇതിൻ്റെ പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ലാത്ത സെറ്റപ്പാണ്. അത്യാവശ്യം സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കുക, അത്രേ ഉള്ളൂ. അത് രണ്ടാമത്തെന്ന് പറയുന്നത് മൂൺഡ്രോപ്പ് Q2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു IEM ഉണ്ട്. അപ്പോൾ ഒറിജിനൽ വളരെ റിഫൈൻഡ് ആയിട്ട് ട്യൂൺ ചെയ്ത് വെച്ചേക്കുന്ന ഒരു IEM ആണ്. എന്ന് വെച്ചാൽ അത് ഭയങ്കര മറ്റേ എന്താ, ആ ഒരു ഫ്ലാറ്റ് പ്രൊഫൈലിൽ പോയിക്കൊണ്ടിരുന്ന IEM ആണ്. കുറേ ആൾക്കാരപ്പോൾ വന്നിട്ട് പറഞ്ഞു ഇതിനൊരു കേൾക്കാനായിട്ടൊരു രസമില്ല, അല്ലെങ്കിൽ ഒരു 2000 കൊടുത്ത് വാങ്ങിക്കുന്ന ആൾക്കാർ ഈ ഇങ്ങനത്തെ പർപ്പസ് ആയിരിക്കില്ല, അപ്പോൾ ഇതിന് കുറച്ചുകൂടെ ഫൺ എലമെൻ്റ് ആയിട്ടുള്ള സൗണ്ട് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവർ Q2 വന്നപ്പോഴത്തേക്കും ഒരു ടിപ്പിക്കൽ U അല്ലെങ്കിൽ V ഷേപ്ഡ് പോലത്തെ ഒരു ട്യൂണിങ്ങിലേക്ക് ഇത് മാറ്റി. ഇപ്പോൾ 02 പോലെ ഭയങ്കര ബേസ് ഇതില്ല, പക്ഷെ അത്യാവശ്യത്തിന് ഉള്ളൊരു ബേസ് ഉണ്ട് അത്യാവശ്യം. പിന്നെ വോക്കൽസ് പഴയതിലെ പോലെ തന്നെ നല്ല വോക്കൽസ് വരുന്ന IEM ആണ്. അതായത് Q1 പോലെ തന്നെ നല്ല വോക്കൽസ് വരുന്നതാണ്. ട്രബിളും ഉണ്ട്. പിന്നെ ചില വോക്കൽസും ചില ട്രബിൾ ഒക്കെ ഇച്ചിരി ഹാർഷായിട്ട് നിൽക്കുന്ന പാട്ടുകളൊക്കെ ഇതിൻ്റെ അകത്ത് കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര ശോകമാണ്, ഭയങ്കര ഫെറ്റീഗിങ് ആയിട്ടൊക്കെ തോന്നിയായിരുന്നു. അത് എല്ലാവർക്കും തോന്നുമെന്നുള്ള കാര്യം അറിയാൻ പാടില്ല. പക്ഷേ പാട്ട് കേൾക്കുക, സിനിമ കാണുക എന്നുള്ള പർപ്പസിനൊക്കെ ഈ മൂൺഡ്രോപ്പ് Q2 എന്ന് പറയുന്നത് അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ബിൽറ്റ് ക്വാളിറ്റിയാണ് മെയിൻ. ഈ ഒരു പെർഫോമൻസ്, ഈ ഒരു ബിൽറ്റ് ക്വാളിറ്റിയൊക്കെ കൂടെ നോക്കുമ്പോഴത്തേക്കും കേബിളിൻ്റെ ക്വാളിറ്റിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അടിപൊളിയാണ്. അത്യാവശ്യം നല്ല അക്സസറീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസൈനൊക്കെ ഒരു ഇച്ചിരി രസമുള്ളൊരു ഡിസൈനാണ്. ഒരു യൂഷ്വൽ ഷെല്ലൊന്നും അല്ല വരുന്നത്, മെറ്റാലിക് ഷെല്ല് അങ്ങനെയാണ് വരുന്നത്. പിന്നെ മൂന്നാമതുള്ളതെന്ന് പറയുന്നത് ട്രൂത്തിയർ ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ട്രൂത്തിയറിൻ്റെ തന്നെ പഴയ ഹോളാന്ന് പറഞ്ഞിട്ടുള്ളൊരു IEM ഉണ്ട്. അപ്പോൾ ഈ ഹോളാൻ്റെ സക്സസർ ആയിട്ടാണ് ഈ ഗേറ്റ് ഒരു ഇറക്കിയേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ 0 ഉണ്ടല്ലോ, ഒറിജിനൽ ട്രൂത്തിയർ 0, ഈ 0യിൽ കുറച്ചൊന്ന് ബേസ്, പിന്നെ അതുപോലെ കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ടുള്ള ട്രബിൾ ഇവിടെ വന്ന് എങ്ങനെ ഇരിക്കും, അതാണ് ഈ പറഞ്ഞ ട്രൂത്തിയർ ഗേറ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ട്രൂത്തിയർ ഗേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ 0 പോലെ ഭയങ്കര 0ൻ്റെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടിമ്പർ ഭയങ്കര മെറ്റാലിക് ആയിട്ടുള്ളൊരു സൗണ്ടുള്ള ഒരു സംഭവമായിരുന്നു. പിന്നെ ഇതിൽ വന്നേക്കുന്ന ബേസ് എന്ന് പറയുന്നത് എന്താ പറയുക, ഒറിജിനൽ 0ൻ്റെ പോലത്തെ ആ ഒരു സെറ്റപ്പ് അല്ല, നല്ല എന്ന് വെച്ചാൽ ബേസ് അങ്ങനെയല്ല, നല്ലൊരു ടെക്സ്ചറൊക്കെ ഉള്ള ഒരു ബേസാണ് ഈ ഗേറ്റിൻ്റെ അകത്ത് വന്നേക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഈ ഇതിൻ്റെ കൂടുതൽ കിട്ടുന്ന അക്സസറീസും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് ഈ ആദ്യം വന്ന ഹോളയുടെ ആ ഒരു ലെവലിലെന്നുള്ളതായിട്ടും തോന്നില്ല. അത്ര നല്ല അക്സസറീസ് ഒന്നും അല്ല ഇതിൻ്റെ കൂടുതൽ കിട്ടുന്നത്. പിന്നെ ചില പാട്ട് കേൾക്കുമ്പോഴത്തേക്കും ഈ അപ്പർ മിഡ്സ് കുറച്ച് ഹാർഷായി വരുന്ന പോലെയൊക്കെ തോന്നിയിരുന്നു. പക്ഷെ എന്നിരുന്നാലും നല്ലൊരു ചോയ്സാണ്. ഈ പറഞ്ഞ 3, ഇപ്പോൾ ഈ എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ഞാൻ പറഞ്ഞ ഈ 3 IEMs ഉണ്ടല്ലോ, അതായത് 7Hz സാൽനോട്ട് 02, അതുപോലെ മൂൺഡ്രോപ്പ് Q2, അതുപോലെ ട്രൂത്തിയർ ഗേറ്റ്, ഇത് 3 എടുത്താലും ഓക്കെ ആയിരിക്കും. ആർക്കും അങ്ങനെ മറ്റേ കൊള്ളൂല്ല എന്ന് എന്തായാലും പറയൂല ഇത് ഏതെടുത്താലും. മീൻസ് ആദ്യമായിട്ട് ഈ 2000 ബഡ്ജറ്റിലൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക്. പിന്നെയുള്ളൊരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എഡിറ്റിങ്, സൗണ്ട് മിക്സ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ളൊരു പർപ്പസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പർപ്പസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് IEMs പറയാം. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് ടാഞ്ചിം ബണ്ണിയാണ്. ടാഞ്ചിം ബണ്ണിനെ പറ്റിയിട്ട് ഒരു ഇൻഡിവിജ്വൽ വീഡിയോ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്തും പറയാനായിട്ടുള്ളത്. ഇത് ഭയങ്കര ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു IEM ആണ്. പക്ഷേ ബേസിനൊരു ചെറിയൊരു
സിസ്ലിംഗ് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബോറിംഗ് ആയിട്ട് സൗണ്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ അങ്ങനെ കൊടുത്തേക്കുന്നതാണ്. പക്ഷേ ഇത് ഭയങ്കര ഫ്ലാറ്റായിട്ടുള്ള എയിമാണ്. ഈ അനലറ്റിക് ആയിട്ടുള്ള മ്യൂസിക് അങ്ങനെ കേൾക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാം. അതുപോലെ മിക്സ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയുള്ളവർക്ക് ഇതാണ് ബെസ്റ്റ് സംഭവം. അത്രയും റിഫൈൻഡ് ആയിട്ട് ട്യൂൺ ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ വന്ന ആക്സസറീസും ഇതിൻ്റെ ഡിസൈനും ബിൽറ്റും ഒക്കെ ഭയങ്കര യൂണീക്കാണ്. ടാൻജിം നല്ലൊരു വർക്ക് ഇതിൻ്റെ അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഓഡിയോ വേണ്ടവർക്ക് ഈ ഒരു 2000 ബഡ്ജറ്റിലൊക്കെ ഇത്ര അടിപൊളിയായിട്ട് സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ സജഷൻ, ഇത് അധികാരം പറഞ്ഞതും കേട്ടില്ല, ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു IEM ആണ്. അത് സീഗാറ്റിൻ്റെ ന്യൂവോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു IEM ആണ്. ഇത് അധികം ആരും ഞാനിങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ആരും സജസ്റ്റ് ചെയ്തൊന്നും കേട്ടിട്ടില്ല ഈ IEM. എന്താണെന്ന് അറിയാൻ പാടില്ല, പക്ഷേ ഇത് ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ഒരു ഓഡിയോ ആണ്. പിന്നെ അപ്പർ ഫ്രീക്വൻസീസ് ചില പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഹാർഷ്നെസ് ഒക്കെ വരാറുണ്ട്, പക്ഷേ ഇതൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു IEM ആണ്. എഡിറ്റ് ചെയ്യാനായിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാം. ഇപ്പോൾ ടാൻജിം പണ്ണിയുടെ ഡിസൈനൊക്കെ ചില ആൾക്കാർക്ക്, അല്ലെങ്കിൽ അത് അതിൻ്റെ ഷെല്ല് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, അങ്ങനെയുള്ള ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയൊരു സാധനമാണ് ഈ സിഗാറ്റ് ന്യൂവോ എന്ന് പറയുന്നത്. അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ ബിൽറ്റൊക്കെ നല്ല ബിൽറ്റ് വരുന്നതാണ്. അതുപോലെ ആക്സസറീസും ഒക്കെ കുറച്ച് ആക്സസറീസ് ഒക്കെയാണ് കിട്ടുന്നത്. എന്നിരുന്നാലും ഇത് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു IEM ആണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഗെയിമിംഗ് ആയിട്ടുള്ള കാറ്റഗറിയാണ്. അപ്പോൾ ഈ ഗെയിമിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഈ ഒരു ബഡ്ജറ്റിൽ ഫൈനൽ ഓഡിയോൻ്റെ VR500 എന്ന് പറയുന്നൊരു IEM മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഇൻസ്ട്രുമെൻറ്റ് സെപ്പറേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇപ്പോൾ ഒരു ഇൻസ്ട്രുമെൻ്റ് ഏത് ഇതിൽ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിൽ നിന്നാണ് വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നല്ല കൃത്യമായിട്ട് മനസ്സിലാവും. പക്ഷേ ഇതിൻ്റെ ട്യൂണിങ് എന്ന് പറയുന്നത് ഭയങ്കര അത്ര രസമുള്ളൊരു ട്യൂണിങ് അല്ല, ഒരു ടിപ്പിക്കൽ വി ഷേപ്ഡ് ട്യൂണിങ്ങിലാണ് വരുന്നത്. പക്ഷേ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഇത് ഓക്കെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയാനായിട്ടുള്ളത് കേബിൾസ് ഡിറ്റാച്ചബിൾ അല്ല. കേബിള് ഈ പറഞ്ഞ പോലെ അതുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിരുന്ന കേബിളാണ്. ഈവൻ ഇതിനൊരു IEM എന്ന് തന്നെ വിളിക്കാൻ തോന്നാറില്ല. ഇതൊരു ഗെയിമിംഗ് ഹെഡ്സെറ്റ് എന്നൊക്കെ എനിക്ക് പറയാൻ തോന്നുള്ളൂ. ഗെയിം കളിക്കുന്നവർക്ക് IEM വേണം എന്നുണ്ടെങ്കിൽ ഇതെടുക്കാം. ഓക്കെ, അപ്പോൾ ഇനിയുള്ളത് ഇത് ഓൾറൗണ്ടർ ആയിട്ടുള്ളൊരു സെഗ്മെൻറ്റ്, അതായത് എല്ലാ പർപ്പസിനും ഉപയോഗിക്കാൻ പറ്റിയത്. പക്ഷേ ആ ഒരു പർപ്പസിൽ ഏറ്റവും ബെസ്റ്റ് ഇതാന്ന് പറയാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ഗെയിമിംഗ് ആണെങ്കിൽ ഇപ്പോൾ ഗെയിമിങ്ങിന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങളുടെ ഇത്ര ബഡ്ജറ്റ് ഉള്ളൂ, നിങ്ങൾക്ക് എല്ലാ പരിപാടിയും ചെയ്യണം, അങ്ങനെയുള്ളവർക്ക് എടുക്കാൻ പറ്റിയൊരു സാധനങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തത് ടാങ്സൂൻ്റെ വാണർ SG2 ആണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ഷോർട്സ് ഒക്കെ ഉള്ളതാണ്. പക്ഷെ എന്നാലും പറയാം, ഈ വാണറിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് ഒറിജിനൽ വാണറിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ, ഒറിജിനൽ വാണറിൻ്റെ സൗണ്ടിൽ നിന്ന് കുറച്ചുകൂടെ ഒരു ട്രബിൾ ബൂസ്റ്റ്, ഭയങ്കര ബൂസ്റ്റ് അല്ല, മേ ബി ഒരു 20-25% ഒരു ട്രബിൾ ബൂസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ഇതാണ് വാണർ SG2 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ വാണർ SG2 ആക്ച്വലി എല്ലാ പർപ്പസിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അതായത് ഇത് ഭയങ്കര ബേസും ഭയങ്കര ട്രബിളും അങ്ങനെയൊന്നുമില്ല. എല്ലാം ഒരു ഭയങ്കര ബോറിംഗ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രബിളും ഈ പറഞ്ഞ പോലെ ബേസും ഒക്കെ കുറച്ചിങ്ങനെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും മറ്റേതുപോലെ തന്നെ വോക്കലാണ് ഇതിൻ്റെ ഫോർവേഡ്. ഫീമെയിൽ വോക്കൽസൊക്കെ ഇതിൻ്റെ അകത്ത് കേൾക്കാനായിട്ട് നല്ല രസത്തിൽ കേൾക്കാൻ പറ്റും ഈ വാണർ SG2-ൻ്റെ അകത്ത്. പിന്നെ SG1 എടുക്കുന്നതിനേക്കാളും നല്ലത് SG2 തന്നെയാണ്. കാരണം ഇതിൻ്റെ കൂടത്തി വരുന്ന കേബിൾസും അതുപോലെ ആക്സസറീസൊക്കെ നല്ല ആക്സസറീസ് കിട്ടുന്നുണ്ട്. സൗണ്ടിന് വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് ഇതെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ രണ്ടാമത്തെന്ന് പറയുന്നത് സിംഗോട്ടിൻ്റെ EW100P എന്ന് പറഞ്ഞിട്ടുള്ള ഒരു IEM ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ വാണർ SG2 പോലെ തന്നെയാണ് ഇതിൻ്റെ സൗണ്ട് ഇരിക്കുന്നത്. പക്ഷേ SG2-നേക്കാളും കുറച്ചുകൂടെ ട്രബിൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അത് മറ്റേ ഹാർഷായിട്ടുള്ള നമുക്കിങ്ങനെ തല ചുറ്റുന്ന പോലത്തെ അങ്ങനത്തെ ട്രബിൾ അല്ല, കൺട്രോൾ ചെയ്തിട്ടുള്ള ഒരു ട്രബിളാണ് വരുന്നത്. പക്ഷേ ട്രബിൾ നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യും. ഫെറ്റീഗിങ് ആയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് ടൈം അങ്ങനെ കുറേ നേരം നമുക്ക് ലിസൺ ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം ലിസൺ ചെയ്യുന്ന ഇതിനെ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ ബിൽറ്റ് SG2-നേക്കാളും നല്ല ബിൽറ്റാണ് വരുന്നത്. പക്ഷേ കേബിളും ആക്സസറീസൊക്കെ ആ വലിയ സംഭവങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇതും ഒരു നല്ല ഓപ്ഷനാണ്. മീൻസ് ട്രബിൾ വേണം എന്നുള്ളവർക്ക് ഈ പറഞ്ഞ സിംഗോട്ട് EW100P എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് മൊത്തമാണ് ഈ ഒരു ബഡ്ജറ്റിൽ വരുന്നൊരു IEM സജഷൻസ് ആയിട്ട് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു 1, 2, 3 അങ്ങനെ പറയുന്നതിന് വരെ ഓരോ സെഗ്മെൻറ്റ് എടുത്ത് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. കാരണം നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ ബെസ്റ്റ് എന്നൊന്നും ഒന്നിനെയും പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ യൂസ് കേസ് അനുസരിച്ചിട്ട് ഓരോന്ന് വാങ്ങിക്കുക.